അങ്ങനെ DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിൻ്റെ അവസാനം കണ്ടിട്ട് എൻഡ് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അതായത് ആക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം എന്ന സിനിമയിലൂടെ നമ്മുടെ DCEU ഒഫീഷ്യലി എൻഡ് ആയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കാര്യങ്ങളെല്ലാം മുൻപോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ജെയിംസ് ഗൺ ആയിരിക്കും. അതെങ്ങനെയാവും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമ്മുടെ ആക്വാമാനിലൂടെ ഈ ഒരു യൂണിവേഴ്സ് തന്നെ എൻഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ആക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡത്തിലേക്ക് വരികയാണെങ്കിൽ ജെയിംസ് വാൻ ആണ് ഈ ഒരു മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും ഓൾറെഡി ജെയിംസ് വാൻ തന്നെയായിരുന്നു ഡയറക്റ്റ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണാൻ നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു. കാരണം അത്രയും വലിയൊരു ഡയറക്ടറിൻ്റെ അടുത്തുനിന്ന് ഓൾറെഡി കോഞ്ചറിങ് യൂണിവേഴ്സ് പോലുള്ള ഒരു വലിയ സംഭവം കൊണ്ടുവച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജെയിംസ് വാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നൊരു മൂവി വരുന്നുണ്ട് എന്ന് ഓർക്കുമ്പോഴത്തേനും അതൊരു വലിയ ഹോപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമ മറ്റുള്ള DC മൂവീസിനെ പോലെ അല്ലെങ്കിൽ റീസെൻ്റ്ലി ഇറങ്ങിയ DC മൂവീസിനെ പോലെ ഒരു ക്ലീഷേ ഐറ്റമാണോ, ഇനി അതല്ല ഒരു ഫ്രഷ് ആയിട്ടുള്ള സംഭവം നമ്മുടെ ജെയിംസ് വാൻ എണ്ണം കൊണ്ട് തന്നിട്ടുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ആക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. അതായത് ജവാൻ എന്ന് പറയുന്ന ഷാരൂഖ് ഖാൻ്റെ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ ഒട്ടുമിക്ക എല്ലാ തമിഴ് മൂവി ഓഡിയൻസും തമിഴ് മൂവീസ് ഫോളോ ചെയ്യുന്ന ആളുകളും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, നമ്മൾ ഒരുപാട് അറ്റ്ലീസ്റ്റ് സിനിമകളിലൂടെ കണ്ടിട്ടുള്ള ഒരു സെയിം കൈൻഡ് ഓഫ് കണ്ടൻറ്റും ക്യാരക്ടേഴ്സുമാണ് ഈ ഒരു ജവാനകത്ത് വന്നിരിക്കുന്നത്. അതായത് ഒരു ക്ലീഷേ മൂവിയാണ്. ഈവൻ അതിൻ്റെ മേക്കിംഗ് വളരെ ഗംഭീരമായിരുന്നു. സിനിമ വലിയ രീതിക്ക് വിജയമായി മാറിയെങ്കിൽ കൂടെ സൗത്ത് ഇന്ത്യൻ ഓഡിയൻസ് മെയിനായിട്ട് പറഞ്ഞൊരു സംഭവമായിരുന്നു. നമ്മൾ ഒരുപാട് സിനിമകളിലൂടെ കണ്ടിട്ടുള്ളൊരു ക്ലീഷ കണ്ടന്റ് തന്നെയാണ് ജവാനകത്ത് ഉള്ളതെന്ന്. അപ്പോൾ ഈ ഒരു സെയിം കാര്യം തന്നെയാണ് ആക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് സംഭവിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഒരുപാട് സൂപ്പർ ഹീറോ മൂവീസിലൂടെയും അല്ലാത്ത മൂവീസിലൂടെയും കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് എടുത്ത് വെച്ചൊരു സംഭവമാണ് ആക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്നത്. നമ്മുടെ ജെയ്സൺ മൊമോവ ആക്വാമാനായിട്ട് നല്ല പോലെ കടന്ന് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഒരു കൈൻഡ് ഓഫ് ഫ്രഷ്നെസ്സും തോന്നിയില്ല. കാരണം റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ആ ഒരു വില്ലൻ ക്യാരക്ടർ നേരെ വന്ന് ആക്വാമാനത്ത് അഭിനയിച്ചൊരു ഫീലാണ് ജെയ്സൺ മൊമോയുടെ ക്യാരക്ടറിനെ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈനും എന്ത് ജാതി ക്ലീഷയാണോ മനുഷ്യ. ജെയിംസ് വാൻ എന്ന് പറയുന്ന ലെജൻഡറി ഡയറക്ടറിൻ്റെ അടുത്ത് ഇത്രയും മൂഞ്ചി ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈവൻ ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ സെക്കൻഡ് പാർട്ടിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിഷ്വൽസും കാര്യങ്ങളും ഉണ്ട്, കുഴപ്പമില്ലാത്ത ഫൈറ്റ് സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഇതിനപ്പുറത്തേക്കായിട്ട് സിനിമയെ ഡിഫറൻ്റ് ആക്കി നിർത്തുന്ന ഒരു മാങ്ങാണ്ടിയില്ല. ഈവൻ കുറച്ച് കോമഡി സീക്വൻസുകളും വർക്കൗട്ടായി എന്നതിനുപരിയായിട്ട് ഒരു ക്യാരക്ടേഴ്സിനോടോ അല്ലെങ്കിൽ ഒരു മാങ്ങാണ്ടിയോടോ നമുക്ക് ഒരു തരത്തിലുള്ള ഫീലിംഗും തോന്നത്തില്ല. ആംബർ ഹേർഡിൻ്റെ ക്യാരക്ടറിന് ആക്ച്വലി ഒരു സ്ക്രീൻ സ്പേസ് പോലും ഇല്ല. കാരണം ആ ഒരു ആക്ടർ ഓൾറെഡി വലിയൊരു പ്രശ്നത്തിനകത്ത് പെട്ടിരിക്കുകയാണ്. ജോണി ഡെപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു പ്രശ്നത്തിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരുടെ സ്ക്രീൻ സ്പേസ് നല്ലപോലെ കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ പാട്രിക് വിൽസന്റെ ഓഷൻ മാസ്റ്റർ എന്ന ക്യാരക്ടർ ഫസ്റ്റ് പാർട്ടിനകത്ത് മെയിൻ വില്ലനായിരുന്നു. ആ ഒരു ക്യാരക്ടറിനെയൊക്കെ കൊണ്ടുവന്ന് സെക്കൻഡ് പാർട്ടിനകത്ത് ഒരു ഫീലും ഇല്ലാത്ത ഒരു ലൈഫും ഇല്ലാത്ത ക്യാരക്ടറാക്കി മാറ്റിയിട്ടുണ്ട്. ആകെ കുറച്ചും കൂടെ ഗുമ്മായിട്ട് തോന്നിയത് നമ്മുടെ ബ്ലാക്ക് മാൻജ എന്ന ആ ഒരു വില്ലൻ ക്യാരക്ടറിനാണ്. പുള്ളിക്കാരൻ കുഴപ്പമില്ലാത്ത രീതിക്ക് ആ ഒരു സംഭവമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കായിട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് ഒന്നുമില്ല. അതായത് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ വേണം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണം. ഫോർ മീ ഫ്ലാഷ് ആയിരുന്നു ഈ ഒരു ആക്വാമാനെ കഴിഞ്ഞും കുറച്ചും കൂടെ ഫാർ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഫ്ലാഷ് ഒരു ഓക്കേഷ് മൂവി ആയിട്ടാണ് തോന്നി. ഈവൻ സിനിമ നല്ല രീതിക്ക് നെഗറ്റീവ് റിവ്യൂസ് നേടിയെങ്കിൽ കൂടെ അല്ലെങ്കിൽ മേടിച്ച് കൂട്ടിയെങ്കിൽ കൂടെ ഒരു ഓക്കേഷ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇവിടെ ആക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള രക്ഷ ഈ ഒരു സിനിമയ്ക്കില്ല. കാരണം DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിൻ്റെ അവസാനം ഇങ്ങനെയൊക്കെയാണെങ്കിൽ അതൊരു കണക്കിന് നന്നായെന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്ത് മൂഞ്ചി കൈൻഡ് ഓഫ് സംഭവമാണ് ഇവർ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞോടെ. ഇനി ഓൾ ഐസ് ഓൺ നമ്മുടെ ജെയിംസ് ഗണ്ണാണ്. പുള്ളിക്കാരൻ എങ്ങനെ DC ക്യാരക്ടേഴ്സിനെ ഇനി ഉണ്ടാക്കി വെക്കുമെന്ന് അറിഞ്ഞുകൂടെ. പക്ഷേ നമ്മുടെ ജെയ്സൺ മൊമോയുടെ ആക്വാമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരൻ കുഴപ്പമില്ലാത്ത രീതിക്ക് ആ ഒരു ക്യാരക്ടറിനെ വർക്കൗട്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോഴത്തേനും എല്ലാം തകർന്നടിഞ്ഞ് പോയൊരവസ്ഥയാണ്. അതായത് ഇങ്ങനെയല്ലായിരുന്നു ആക്ച്വലി DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ് അവസാനിക്കേണ്ടത്. കുറച്ചും കൂടെ ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു മൂവിയാണ് ജെയിംസ് വാനെ പോലുള്ള ഒരു ഡയറക്ടറിൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ അത് കിട്ടിയില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ അഭിപ്രായം എന്താവുന്നും കൂടെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു ടോട്ടൽ ഡൗൺ ആയിപ്പോയി. ഒരു മൂവി ഒരു ടോട്ടൽ ലെറ്റ് ഡൗൺ ആയിപ്പോയി. ഇതിലും വലിയൊരു സംഭവമാണ് എക്സ്പെക്റ്റ് ചെയ്തത്. കാരണം ഫസ്റ്റ് പാർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ആ ഒരു ഫസ്റ്റ് പാർട്ടിലെ കുറച്ച് എലമെൻസിനെ എടുത്ത് വീണ്ടും സെക്കൻഡ് പാർട്ടിലേക്ക് കുത്തിക്കയറ്റി വെച്ചൊരു കൈൻഡ് ഓഫ് ഫീലാണ്. ഒരു തരത്തിലുള്ള പുതുമയില്ല. ഈവൻ ഇവർ മറ്റേ ലോർഡ് ഓഫ് ദ റിങ്സ് ിനകത്തുനിന്ന് വരെ കുറേ സാധനങ്ങൾ ചുരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് സൂപ്പർ ഹീറോ മൂവീസിനകത്ത് കാണുവാൻ സാധിക്കുന്ന സംഭവങ്ങൾ. ഈവൻ ചില ഷോട്ട്സ് പോലും, ചില പർട്ടിക്കുലർ ഷോട്ട്സ് പോലും നമുക്ക് അങ്ങനെ തോന്നുന്നു. അതായത് ഈ ഒരു ഷോട്ട് ഞാൻ മുമ്പ് ഏതോ ഒരു സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അടുത്തത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അടുത്ത ഷോട്ടിൽ ഇത് സംഭവിക്കും, അടുത്ത ഷോട്ടിൽ ഈ ഒരു സ്ക്രീൻ ഇങ്ങനെ വരും. അതായത് ഒരു നായകനും വില്ലനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ ഒരു സിംഗിൾ ഷോട്ട് പോലും എങ്ങനെയായിരിക്കും കണ്ടിരിക്കുന്ന പ്രേക്ഷകന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു വമ്പൻ ഹൊറർ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത ജെയിംസ് വാൻ എന്ന് പറയുന്ന
ഡയറക്ടറിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കൂടുതലും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള സംഭവം വരുന്നില്ല. അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് ഷോട്ട്സ് അദ്ദേഹം ഗംഭീരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്കായിട്ട് ജെയിംസ് വാൻ ആണ് ഈ ഒരു മൂവി ഡയറക്റ്റ് ചെയ്തതെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം അത്രയ്ക്കും വലിയൊരു ലെറ്റ് ഡൗൺ ആയിപ്പോയി. പിന്നെ സിനിമയുടെ റൈറ്റേഴ്സിനെ പറ്റി നോക്കിയപ്പോൾ അതിനിടയിൽ ജേസൺ മൊമോവയൊക്കെ കിടക്കുന്നുണ്ട്. അദ്ദേഹമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഉണ്ടാക്കി വെച്ച ഒരു സ്റ്റോറിയാണെന്ന് തോന്നും. എന്തൊക്കെയാണെങ്കിലും കൊള്ളാം, എന്തായാലും നല്ല രീതിക്ക് മൂഞ്ചിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം കാണാൻ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യണം, ഒരു കാര്യം ഇല്ലാണ്ടൊരു 2-2.5 മണിക്കൂറൊക്കെ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ കളയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു DC എക്സ്റ്റൻഡ് യൂണിവേഴ്സ് എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സിനിമ ട്രൈ ചെയ്ത് നോക്കാം. അല്ലാത്തവർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്തില്ല, കാരണം അത്രയ്ക്കും ഗംഭീര പടമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. നമ്മുടെ റീസെൻ്റ്ലി മാർവൽ വോക്ക് കൾച്ചർ കൊണ്ടുവന്ന്, അതായത് വോക്ക് കണ്ടൻസ് കൊണ്ടുവന്ന് മൂഞ്ചിക്കുമ്പോഴത്തേന് ഇവിടെ DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിന് അതിൻ്റെ ആവശ്യം പോലും ഇല്ല. അതിലും വലിയ മൂഞ്ചിരൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും അങ്ങനെ ആ ഒരു വമ്പൻ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ആ ഒരു വമ്പൻ യൂണിവേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അത് ആക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡത്തിലൂടെ കണ്ണ് നിറഞ്ഞ് വന്നിരിക്കുകയാണ് ഗുയ്സ്. അപ്പം എന്തായാലും സിനിമ കണ്ടു കഴിഞ്ഞ ആൾക്കാർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ആക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന സിനിമ ഒരു ഗംഭീര പടമായിട്ട് തോന്നിയോ, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ ഒരു മോശം പടമായിട്ടാണ് ഫീൽ ചെയ്തതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.